ഹായ്, എവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നേപ്പാളിലെ പൊക്കറയിലാണ്. പൊക്കറയുടെ വിശേഷങ്ങൾ തേടി ഇറങ്ങിയതാണ്. പൊക്കറയിൽ കാണാൻ മെയിനായിട്ട് ഒരു ഫെവ തടാകമുണ്ട്. ഞാൻ താമസിക്കുന്ന മുറിയുടെ തൊട്ട് പിറകിൽ തന്നെയാണ് ഫെവ തടാകം. പിന്നെ അതിന് നടുവിലായിട്ടൊരു ദ്വീപിലൊരു ക്ഷേത്രമുണ്ട്, ബരായ് ടെമ്പിൾ. അത് നല്ലൊരു ഹൈലൈറ്റ് പോയിൻ്റാണ്. പിന്നെ ഒരു ഗുപ്തേശ്വർ കേവ് ഉണ്ട്, പിന്നെ ദേവീസ് ഫാൾ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. നമുക്കെല്ലാം കാണാം, എല്ലാം പതിയെ പോയി കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് പൊക്കറയുടെ വിശേഷത്തിലേക്ക് കിടക്കാം. എൻ്റെ വലതുവശത്ത് കാണുന്നതാണ് ഫെവ തടാകം. പൊക്രയിലെ ഫെവ തടാകമാണ് കാണുന്നത്. ബരായ് ടെമ്പിൾക്ക് ഇവിടെ നിന്ന് പോകാനുള്ള ബോട്ട് എടുക്കാനൊക്കെ വലിയ ചാർജാണ്. 1200 രൂപ 1500 രൂപയ്ക്കാണ് ഒറ്റ ബോട്ട്, സിംഗിൾ ബോട്ടിന് വിത്ത് ഡ്രൈവർ. അപ്പോൾ ഷെയറിംഗ് ബോട്ട് ഉണ്ട്. ഷെയറിംഗ് ബോട്ട് 100 രൂപ ഉള്ളൂ. പിന്നെ ജാക്കറ്റ് എക്സ്ട്രാ വാങ്ങിക്കണം 10 രൂപ തിരിച്ചു കൊടുക്കും വേണം. അപ്പോൾ ഞാൻ എന്തായാലും ഷെയറിംഗ് ബോട്ടിൽ ബരായ് ടെമ്പിൾക്ക് പോകാനുള്ള പരിപാടിയിലാണ്. അവിടെ കാണുന്നതാണ് ബരായ് ടെമ്പിൾ, ആ ദ്വീപിനകത്ത് കാണുന്നത്. അപ്പോൾ ബോട്ടിൻ്റെ ചാർജ് 100 രൂപ എന്ന് പറഞ്ഞത് നേപ്പാളി 100 രൂപയാണ്. നാട്ടിലെ 60-ൻ്റെ 70-ൻ്റെ ഡെലിവറി റേറ്റ്. ഇതാണ് നമുക്ക് പോകാനുള്ള ബോട്ട്. ഷെയറിംഗ് ബോട്ട് എന്ന് പറഞ്ഞാൽ 2 തോണിൻ്റെ മേലെ പലക നിവർത്തിയിട്ടുള്ളൊരു സെറ്റപ്പാണ്. കണ്ടില്ലേ? ഇതാണ് ബരായ് ടെമ്പിൾ. ഫെവ ലേക്കിൻ്റെ നടുവിലെ ദ്വീപിലുള്ള ഒരു ദുർഗാദേവി ക്ഷേത്രമാണ്. ബരായ് ടെമ്പിളിൻ്റെ ദ്വീപിനകത്തുള്ള ചെറിയ ചെറിയ കച്ചവടങ്ങളാണ് ഈ കാണുന്നത്. ബരായ് ടെമ്പിളിൻ്റെ ഇവിടെ നല്ലൊരു ആംബിയൻസ് കേട്ടോ. മണി മുഴങ്ങുന്ന ശബ്ദവും നിറയെ പ്രാവുകളും ഒരു ദ്വീപും കൂടെ ആയതുകൊണ്ട് നല്ല സൂപ്പർ ആംബിയൻസ് ആണ്.
ബരായി ടെമ്പിളിലെ കാഴ്ചകൾ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്. അങ്ങനെ വൈകുന്നേരം 4 മണിക്കാണ് ഉച്ചഭക്ഷണം കഴിക്കുന്നത്. ഒരു കഫേയിൽ ഫെവൽ ലേക്കിൻ്റെ അടുത്തുള്ളൊരു കഫേയിൽ കയറിയപ്പോൾ നല്ല ആംബിയൻസിൽ കുറേ പേരുന്ന് ഗിറ്റാറൊക്കെ വായിച്ച് പാട്ടൊക്കെ പാടുന്നുണ്ട്. അവസാനം ഞാനും അവരുടെ കൂടെ ജോയിൻ ചെയ്തു. നേപ്പാളിലെ പൊഖറയിൽ നിന്നുള്ള കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.